ഷീനേ, രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞോ? ആ ചേച്ചി ചേച്ചി പണിയൊന്നും കഴിഞ്ഞില്ല. രാവിലെ ഞാൻ പിള്ളേരുടെ പുറകെയായിരുന്നേ. പിള്ളേർ സ്കൂളിൽ പോയല്ലേ, അവരെ ബസ്സിന് കയറ്റി വിട്ട് കഴിഞ്ഞ് പിന്നെ എൻ്റെ പണിയൊക്കെ കഴിയുമ്പോൾ ഒരു നേരമാകും. ആ ഞാൻ കണ്ടായിരുന്നു ഇപ്പം മോളിൽ നിന്ന് പിള്ളേരെ കണ്ടായിരുന്നു. എൻ്റെ ഷീനെ, ആ പിള്ളേരെന്നെ അങ്ങനെ ഇരിക്കുന്നേ. എൻ്റെ ദൈവമേ, ആ പെങ്കൊച്ചിൻ്റെ കൈയൊക്കെ പെൻസിൽ പോലെ ഇരിക്കുന്നേ. ഓ, ഈ പെണ്ണുമ്പിള്ളക്ക് എപ്പോഴും ഉള്ളതാണ് എൻ്റെ പിള്ളേരെ കാണുമ്പോൾ സൂക്കേട്. എൻ്റെ ദൈവമേ, എനിക്കില്ലാത്ത ദണ്ണമാണല്ലോ. ഇവർക്കൊന്ന് ഓർക്കട്ടെ. എനിക്ക് ഈ തിന്നാനൊന്നും കൊടുക്കുന്നില്ലടി പെണ്ണേ. ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ചേച്ചി, എന്നാലും ഇങ്ങനെ ഉണ്ടോ ഒരു മെലിച്ചില്? എൻ്റെ ദൈവമേ, എൻ്റെ കൊച്ചൊക്കെ ഈ പ്രായത്തിലിരിക്കുന്നൊന്ന് കാണണമായിരുന്നു. നല്ല കുട്ടപ്പനായിരുന്നു. പിന്നെ ഇവരുടെ മോനെ കണ്ടാൽ മതി, തട്ടിത്തലയാൻ ചുന്തനെന്നാ വിചാരം. അയ്യോ, നീ പിള്ളേരെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ പ്രായത്തിൽ പിള്ളേർ എങ്ങനെ ഇരിക്കേണ്ടതാ? പിന്നെ ഏത് നേരം ഈ ഓട്ടവും ചാട്ടവും കളിയല്ലേ, അതുകൊണ്ടായിരിക്കും ശരീരത്തൊന്നും കാണാത്തതേ. എന്നിട്ട് പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഒരു പീഡിയാട്രീഷനെ കൊണ്ടേ അങ്ങ് കാണിച്ചു. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് പിള്ളേർക്ക് തൂക്കമുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്നാ കുഴപ്പം, തടി വെച്ചിരിക്കുന്നതാണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ പിള്ളേർ ആരോഗ്യത്തോടെ ഇരിക്കുന്നതാണോ എന്ന്, നിങ്ങൾക്ക് ഇച്ചിരി വിദ്യാഭ്യാസം വിവരമില്ലേ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ അങ്ങ് നാണം കെട്ടുപോയി. നീ ഒരു നല്ല ഡോക്ടറെ കൊണ്ട കാണിക്കുന്നേ, നല്ല പീഡിയാട്രീഷ്യന്മാരെയും കൊണ്ട കാണിക്കും. നല്ല ഡോക്ടറെ ചേച്ചി, നമ്മുടെ അരുൺ ഡോക്ടറെ. ഇപ്പം എല്ലാവരും ഡോക്ടറെയല്ലേ കാണിക്കുന്നത്, നല്ല ഡോക്ടറാ. വല്ല ടോണിക്കോ ഈ വിശപ്പുണ്ടാക്കാനുള്ള മരുന്നൊക്കെ. എൻ്റെ ദൈവമേ, ആ പീഡിയാട്രീഷ്യൻ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. മെലിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിച്ചോണ്ട് അങ്ങോട്ട് ചെന്നിട്ട്. പിന്നെ നീ നല്ലോണം ഈ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങിയിട്ടും ഈ മുട്ടയും പിന്നെ എന്നതാ ബദാമോ അണ്ടിപ്പരിപ്പോ ഒക്കെ മേടിച്ച് കൊടുക്കുന്നേ. എൻ്റെ ദൈവമേ, ഈ പ്രായത്തിൽ തിന്നില്ലേ പിന്നെ എപ്പോഴാണ് പിള്ളേർ തിന്നുന്നത്? എൻ്റെ ചേച്ചി, ഞങ്ങൾ പിന്നെ ഈ കണ്ടമാനം ബേക്കറി ഇട്ടാറില്ല. വീട്ടിലുണ്ടാക്കുന്ന നല്ല പുട്ടും ഇഡലിയും ഒക്കെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കും കണ്ടമാനം ബേക്കറിയും ചോക്ലേറ്റും ഒന്നും മേടിച്ച് കൊടുക്കാത്തതുകൊണ്ടായിരിക്കും ഈ ശരീരം വീർത്തിരിക്കാത്തത്. സാരമില്ല, പിന്നെ ദൈവം സഹായിച്ചിട്ട് ഇവർക്ക് അങ്ങനെ വല്ല പനിയോ അങ്ങനെ ഒന്നും വരാറുമില്ല, അസുഖങ്ങളൊന്നും അങ്ങനെ വരാറില്ല. പിന്നെ പഠിക്കാനായാലും മറ്റു ആക്ടിവിറ്റീസിലായാലും എല്ലാം പിള്ളേരും മുന്നിൽ തന്നെയാണ്. എനിക്കത് മതി ചേച്ചി. അത് നേരാണേ. ഒരു കണക്കിന് ഈ കണ്ടതും കടിയതും ഒക്കെ കൊടുത്ത് വണ്ണം വെപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. അപ്പുറത്തെ നമ്മുടെ സിന്ധു ഇല്ലേ, എൻ്റെ ദൈവമേ, ആ പിള്ളേർക്ക് എന്നും വയറുവേദന, എന്നും. ഇത് ഇന്നലെ കൊണ്ടുപോകുന്ന വണ്ടിയും പിടിച്ചോണ്ട്. ദൈവമേ, ഇനി സിന്ധു ചേച്ചിൻ്റെ പെടലിലോട്ട് കയറും എൻ്റെ ഭർത്താവേ. ഈ കണ്ടതും കടിയതെല്ലാം കൊടുക്കൂന്നേ. എൻ്റെ ദൈവമേ, ആ ഫ്രിഡ്ജൊന്ന് പോയി തുറക്കണം. എന്നൊക്കെ ലോകത്തില്ലാത്ത കമ്പനിയുടെ ചോക്ലേറ്റ് മുഴുവനും ഉണ്ട്. പിന്നെ പിള്ളേരെ കഴിപ്പിക്കാനൊക്കെ ഒരു മരുങ്ങ് വേണേ. അവരുടെ ഇഷ്ടത്തിനൊക്കെ ഉണ്ടാക്കി പുറകെ കൊടുക്കാനും ആ തീറ്റിക്കാനും ഒക്കെ ഒരു മരുങ്ങ് വേണം. എല്ലാവർക്കും ഒന്നും ആ തകർന്നും ഇല്ലെന്നേ, അതൊരു പ്രത്യേക നേക്ക. പിള്ളേരെ തീറ്റിക്കാനേ അമ്മമാർക്കൊരു കഴിവൊക്കെ വേണം. ദൈവമേ, പെണ്ണും പിള്ളേരെ ഞാനിപ്പോൾ വല്ലതും പറയും. എൻ്റെ ദൈവമേ, എൻ്റെ നാക്കിന് കൺട്രോൾ തരടേ. ചേച്ചി ഒരു കാര്യം ചെയ്യും, ഒരു 2 മാസത്തേക്ക് എൻ്റെ പിള്ളേരെ അങ്ങോട്ട് കൊണ്ടാക്കും. വണ്ണം വെപ്പിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ചേച്ചി ഇങ്ങോട്ട് പോരെ. ചേച്ചിയുടെ വിഷമവും തീരും, പിള്ളേർ വണ്ണം വെക്കോ നോക്കാലോ. പെണ്ണുമ്പിളക്ക് എന്നെയും തിന്നാൻ കൊടുത്തിട്ട് വേഗം പറഞ്ഞു വിടാം. ചേച്ചി എന്നാ തിന്ന രാവിലെ? ഞാനേ ഇച്ചിരി വെള്ളയപ്പവും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് രാവിലെ. വെള്ളയപ്പം കഴിച്ചിട്ട് കുറേ നാളായേ. വീട്ടിലെപ്പോഴും പുട്ടാണെങ്കിലും ഉച്ച വരെ വിശക്കുകയല്ലെന്നാണ് പറയുന്നത്. ഈ പണിക്ക് പോകുന്നതല്ലേ, അതുകൊണ്ട് എപ്പോഴും പുട്ടാ. വെള്ളയപ്പം കഴിച്ചിട്ട് കുറേ നാളായി. ചേച്ചി വാ ചേച്ചി, കഴിച്ചേച്ച് പോവാ.